ഹലോ ഗീസപ്പിലൊക്കെ നമ്മുടെ ഏറ്റവും പുതിയ നമ്മളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളയ്യ സിനിമകളുണ്ട്. ഹായ്. അപ്പോൾ തന്നെ ഉവൈസ് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ള കുളത്തിൽ വന്ന ഈ സ്ഥലം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാറുണ്ട്. ഈ സ്ഥലം പ്രവാസികൾക്ക് അല്ലേ? മിസ് ചെയ്യും. സത്യല്ലേ? നമ്മുടെ നാടും നമ്മളെ നാടും ആ വയൽ കാണിച്ചു കൊടുക്ക്. എന്താ പ്രകൃതിയമായ വയലുകൾ, പ്രകൃതിപരമായ തോടുകൾ. രമണീയമായ ആ എന്താ സാധനം ഈ സ്ഥലം. ആ സൂമക്ക് ഈ സ്ഥലമൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. നമ്മളെ പയ്യനെ തിരിക്കാൻ വരുന്നത് ഈ കുളം കാണിച്ചു കൊടുക്ക്. ഈ കുളം, ഈ സ്ഥലം, ഈ നാട് ഏറ്റവും കൂടുതൽ മിസ്സിങ് പ്രവാസികൾ. ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം നമ്മളെ നാട് വിട്ട്, ഈ പച്ചപ്പ് വിട്ട്, ആ നാട്ടിൽ പോയിട്ട് അല്ലേ കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത് എന്നിട്ടും കുടുംബക്കാർ പറയാം എന്താ ഞങ്ങൾക്ക് ഓൻ തരുന്നില്ല, അവനെ കൊണ്ട് നമുക്ക് ഉപകാരമല്ല. സമ്മതിക്കണ്ട പ്രവാസികളാ. ബിഗ് 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 സല്യൂട്ട് അല്ല സിനാനെ. സ്ഥലം, തോട്. ചിലപ്പോ ഈ കുളം ഉണ്ടാക്കാനുള്ള പൈസയൊക്കെ പ്രവാസികളായി കൊടുത്തത് പറയാൻ പറ്റില്ലല്ലേ. എന്നിട്ട് പോലും പറയണ്ടാ ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ആണോ? എന്നിട്ട് പോലും പറയണ്ടാ വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നത് ഞങ്ങളെ കൂടി. യെസ്, അത്രേ ഉള്ളൂ. സിനാൻ ചാടി കാണിച്ചു കൊടുക്ക്. ഡെഡിക്കേഷൻ ബൈ സിനാൻ. ഡെഡിക്കേഷൻ ബൈ സിനാൻ. മതി എടോ, ഞാൻ എന്തെന്നൊക്കെ സ്റ്റോറി ഇടുന്നത് ഇടക്കിടക്ക്. ഇതിങ്ങനെ ഒന്ന് സിനാൻ നമ്മൾ കുളിക്കുന്ന വീഡിയോ ഒക്കെ നല്ലോണം എടുത്ത് സ്റ്റോറി ഇടുക അല്ലേ? എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ ബ്ലോഗിലുള്ള വീഡിയോഗ്രാഫേഴ്സാണ് ഒന്ന് സിനാൻ അപ്പോൾ തന്നെ ഒന്ന് ഉവൈസ് അവറുകൾ. ഇവർ രണ്ടാളുമാണ് എൻ്റെ വീഡിയോൻ്റെ പിന്നിലുള്ള ശക്തി. വ്ളോഗിൻ്റെ ശക്തി ആരാ പറയും? രണ്ടാളുണ്ട്. അപ്പോൾ തന്നെ ഗൈസ്, നമുക്ക് ദിവസം 90,001 ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ടാ. ടോട്ടൽ അവൈസ് വീഡിയോ 90,001 ആൾക്കാർ. 90,000 ആൾക്കാർ അവിടെ നമ്മളെ വീഡിയോ കാണുന്നത്. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് പിടിക്കണം കേട്ടോ. അതെ സിനാനെ, ഇങ്ങോട്ട് വാ. 90,000 സംതിങ്. 90,000 ആൾക്കാർ. ഇങ്ങോട്ട് വാ. ഇല്ല, കട്ട് ചെയ്യില്ല കേട്ടോ. ഫസ്റ്റ് 90,000 ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. ഇതിനെ കുറച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് പിടിക്കണം. എല്ലാവരും പറയുന്നത് നമ്മള് വ്ളോഗിന് വേണ്ടി അഭിനയിക്കുകയാണ്. നമ്മളെ കാര്യം നടക്കുന്ന വ്ളോഗ് ആക്കിയിരുന്നു അല്ലേ? അത് കാണാൻ ആൾക്കാരുണ്ട്. 90,000 ആൾക്കാർ. 90,000 ആൾക്കാർ ഇവിടെ ഉണ്ട്. കൊള്ളു 1000 ആളുടെ ഇത് കൊല്ലുമോ? ഒരു കല്യാണം തന്നെ 1000 ആൾക്കാരെ മാക്സിമം. 90,000 ആൾക്കാർ ഫസൽ ഇതെല്ലാം കാണുന്നുണ്ടാണോ? ഫസൽ ഇതൊക്കെ കണ്ടിട്ട് ഇവന്റെ മെയിൻ പരിപാടി എന്താ അറിയോ? ഇനിയൊക്കെ എന്താക്കും അറിയോ? അവൻ കട്ട് ചെയ്യൂടാ. അവൻ കട്ട് ചെയ്തിട്ട് അവൻ വ്ളോഗ് ഇതാക്കും. യൂട്യൂബിൽ അല്ല, ഇതിലിടും. റീലല്ല, സ്റ്റിക്കർ അടിക്കും. ഫസല് അത് എന്റെ നാട്ടിലെ ഗ്രൂപ്പിൽ എത്തിക്കും. ഒരു സ്റ്റിക്കർ, എന്റെ സ്റ്റിക്കർ ഞാൻ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞല്ലോ. എന്റെ നാട്ടിലത്തെ ഒരു സ്റ്റിക്കർ എന്റെ ഗ്രൂപ്പിൽ എത്തിക്കും. നാട്ടിലെ ഗ്രൂപ്പിൽ ഏതോ ദിവസം ഞാൻ നിൽക്കുന്ന സ്റ്റിക്കർ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ജുനൈദിന്റെ ഒരു സ്റ്റിക്കർ ഇറക്കി. കിഡില സാധനം. കാണിച്ചു കൊടുക്കണ്ട. അതാണ്. ഇനി ഇതൊക്കെ നോക്കണ്ടി. ഓനെ ഇടാ വെച്ചാല് കറക്റ്റ് നോക്കിയിട്ട് എന്താക്കും, സ്റ്റിക്കർ അടിച്ചിട്ട് ഗ്രൂപ്പിലിടും. ഞങ്ങളിവിടെ ഒരു 1000 ഓന് കാണിച്ചു കൊടുക്കും. ഓടി നോക്കട്ടെ. ആ നിങ്ങണ്ട് കേട്ടോ, നിങ്ങാൻ പറ്റൂല. ഇതുണ്ടോ? എന്തിന്? ആശിക്ക് ഒരു കാലത്ത് വന്നിട്ട് ഇതല്ലാന്നാ പറയുന്നത്. ട്രെയിനറാണ്. ഇതെന്താണ് വാഷിംഗ് മെഷീനാ? അതിന്റെ അടിയിട്ടൊക്കെ എടാ മോനെ, ഞാൻ പറഞ്ഞ ഞാൻ ഇത് ഡെയിലും പോകുന്നില്ല. ഞാൻ ഇപ്പൊ എത്രയായി? 2 മേഗ്നസ് പോകുന്നുണ്ടേ. മുമ്പ് നിർത്തിക്ക്. ഞാൻ ആലോചിക്കും ഇപ്പൊ എത്ര കൊല്ലായി. എടാ മെനാന്ന് മന്തി അടിക്കാൻ പോയി. മെനാന്ന് മന്തി അടിക്കാൻ പോയി. പിന്നെ ഇന്നലെ ഇല്ല, വെറുംചോറ്. ഇതന്നെ മതി അടിച്ച് കയറാ. തടി ഇവിടെ സിനാന്റെ ഒക്കെ എന്തെത്താ അത്? അജ്മീർ ചെമ്പോ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ.
സിനാനെ നമുക്കിനി മാസത്തില് ഓരോരുത്തർ ചെലവെടുത്തണം എന്നാലേ അങ്ങനെ അത് വേണമെന്നില്ല. ഞാൻ അല്ലെങ്കിൽ ബർത്ത്ഡേന്റെ അന്ന് അന്നത്തെ ഫുള്ള് ചെലവ് ഒരാള് ദിവസത്തെ. പക്ഷെ അതാകുമ്പോ നേരല്ല, അതാകുമ്പോ എല്ലാരും നമുക്ക് കിട്ടൂല. ഇനി നോക്ക്, നമ്മൾ എത്ര കാലത്തിന് ശേഷം ആ ഊട്ടി പോകുന്ന വ്ളോഗ് ഇനി എടുത്ത് നോക്ക്. ആ ഊട്ടി പോകുന്ന ആ സാധനമാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരുമിച്ച് കണ്ടത്. എനിക്ക് എല്ലാരും ഒരുമിച്ച് എല്ലാ ദിവസവും കിട്ടണം. അങ്ങനല്ല, ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് ആഴ്ചയിലോ മാസത്തിലോ എല്ലാരും ഒരു ദിവസം കൂടണം. അതല്ല, ഫുഡൊന്നും വേണ്ട, ചായ മാത്രം ചായ മതി, കഴിയുന്നവര് മതി. എല്ലാരും അത് ശരിക്കും എന്നും തന്നെ നടക്കും. വീഡിയോക്ക് ശേഷം ഞാൻ റെഡിയാ, ഞാൻ പട്ടോളിക്ക് വരും. 10 മിനിറ്റ് ഞാൻ ഇന്നലെ ആ വ്ളോഗ്, നമ്മളെ മറ്റേ വ്ളോഗ് ഉണ്ട്, ഞാൻ ഇന്നലെ നമ്മളെ മറ്റേ വ്ളോഗ് ഉണ്ട് ഫുഡ് അടിക്കാൻ പോയെ. അവിടെ എനിക്ക് സത്യത്തില് കിടിലം, എനിക്ക് കണ്ണെന്നുള്ള വന്ന്. കാരണം എന്താ അറിയോ, എനിക്കത് കാരണം എന്താ അറിയോ, എനിക്ക് എല്ലാരും ഒരുമിച്ച് ആ ഒരു കൊടക്കിയിൽ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഊട്ടി പോയ ടൈമിനാണ് കിട്ടിയത്. അങ്ങനെ ഇനിയും കിട്ടും. എന്താ അറിയോ, ഇതാക്കിയാൽ അറിയോ, ഇനി ഇടയ്ക്കിടയ്ക്ക് ചെലവ് വന്നാൽ മതി. ഞാൻ തരും, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എല്ലാരും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ തരും. എല്ലാ മാസവും 25-ാം തീയതി ആശിക്കിന്റെ ആകാം. ചെലവില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും. നിന്റെ വക വേറെ എന്താ ചായയും തരും. എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം എനിക്ക് എല്ലാവരും ഒരുമിച്ച് കിട്ടണം. എനിക്കതെന്റെ സന്തോഷം. ഇന്നലെ ഇങ്ങനെ സ്റ്റോറി ഇതിട്ടില്ലേ, പോസ്റ്റ് ഇട്ടില്ലേ, നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി. അത് ഞാൻ ഇല്ലാണ്ടായി പോയി. ഞാനന്ന് ഇല്ലാണ്ടായി പോയി. നമ്മൾ രണ്ടാളും ഇല്ലാണ്ടായി പോയി. ഓന് മലപ്പുറം അല്ല, വയനാട്ടിലും ഓന്റെ നാട്ടിലും, ഞാൻ എന്റെ ഷോപ്പിലും. അതാ അറ്റിച്ച്. എനിക്ക് കാണണം. എന്തെല്ലാം ഔഷധ ഗുണമുണ്ടെന്ന് അറിയാം. എന്താ ഉള്ളത്? പുയ്യോ കഴിഞ്ഞ എനിക്ക് മണ്ട പോവാം. നമുക്ക് ജെമിനിനോട് ജെമിനില്ല, ഐഫോണില് ജെമിനി ഉണ്ടാവൂല. ആൻഡ്രോയിഡ് ചേട്ടാ ഐഫോണില് ജെമിനി ഉണ്ടാവില്ല. ഡൗൺലോഡ് ആകാം. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവില്ല. നമ്മളത് കുറച്ച് ഇതാണ്, ഞങ്ങൾ സിരിമോൾ മതിയോ. ഹലോ ജെമിനി, ഈ പേരക്കയുടെ ഇലയുടെ ഗുണങ്ങൾ പറഞ്ഞു തരൂ. ഞാൻ പിടിക്കാം. നോക്കാം. പേരക്കയുടെ ഇലയിൽ ആന്റി ഓക്സിഡന്റ്, വിറ്റാമിൻ സി, പൊട്ടാസ്യം, ഫൈബർ എന്നിവ ഗുണങ്ങളുണ്ട്. പേരയുടെ ഔഷധ ഗുണങ്ങൾ താഴെ പറയുന്നു. പ്രധാന ആരോഗ്യ ഗുണങ്ങൾ: പ്രമേഹം നിയന്ത്രിക്കുന്നത്, പേരയിട്ട് തിളപ്പിച്ചോളാം. മുത്തേ, ഞാൻ ഒന്നും കാണാണ്ട് പറയില്ല. ഇത് പൊക്കിപ്പിടി. കൊളസ്ട്രോൾ കുറയ്ക്കും, ശരീരഭാരം കുറക്കുന്നു, പല്ലുവേദന, മോണരോഗം. സംഭവം കിട്ടി. ടെക്നോളജിയ കയറിട്ട് നീന്ത അറിഞ്ഞിട്ടാ. തലവേദന കാണും, വെള്ളം തലയിൽ കുടിപ്പിച്ചിട്ടായി. സത്യം. ഇങ്ങനെ കുട്ടികൾക്ക് അതിനുള്ളിൽ കുലുങ്ങില്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ തിന്നുന്നാ. പോത്തിന്റെ ജന്മങ്ങി പോത്താണത് കാര്യം. എന്തോ പേരുണ്ടോ, തിന്നണ്ട. പുഴ കഴിഞ്ഞോ പേരൊക്കെ. സഫറലി എടുപ്പ് പോയി, ഒന്നെടുപ്പ് പോയി. ഓന്റെ വാപ്പന്റെ കുടുംബത്തില് സംഗമം. എടാ ഓന്റെ മറ്റേ വീഡിയോ ഉണ്ട്, ഞാൻ ഷോർട്സ് ഇട്ട് അത് കണ്ടില്ല നിങ്ങളാരും? കിട്ടില്ല ഷോർട്സ് ഉണ്ട്. ഓന്റെ ഐഫോണിന്റെ അല്ല, നമ്മള് ഫുഡ് അടിക്കാൻ പോകുന്നുണ്ട്. അതില് ജുനേദ് സഫറായി തൂക്കി. ഓലുണ്ടാളാണ് ഗ്രാഫ് ഇങ്ങനെ പൊക്കിയെടുത്ത്. ആരുവൻ കയറും കെട്ടി നീന്തുന്നു. ഇപ്പം തന്നെ സിനാൻ അവറുകൾ ചാടുന്നു. സിനാനെ ഒരു ഫ്ലൈങ് കിസ് ഉണ്ടാ? എടാ ഇങ്ങോട്ടുണ്ടാ? ഇപ്പം പാൻറ് ഊരി പോ. പാൻറ് പിടിച്ചാ പാൻറ് ഊരിയൊക്കെ പാൻറ് ഊര് എന്നിട്ട് ചാടും പാൻറ് ഊരും. അപ്പുറം പോയി പൊന്തുന്നതാണ് ഇനി. പൊന്തി
നീങ്ങാട്. ഞാൻ ഇപ്പം ചാടുന്നില്ല, എനിക്ക് തലൊക്കെ വേദന. എടാ എന്നാ നമ്മൾ ചാട്, ഇനി ചാട്, എന്നിട്ട് ഞാൻ ചാടാം. ഇവിടെ ചാട്. ആ നാട് നാട്. എടാ അവിടെ മുക്കല്ലേ. ചാടുന്നു. ആ ചാട്. ഒരുത്തലൂടെ ചാടുകയാണ് ഗൈസ്. ചാടുന്നു, വേസ്റ്റ് ചാടുന്നു, ചാടി. ഇനി ഞാൻ പോയി ചാടട്ടെ. എവിടെ പോയി? പന്തി അവിടെ പോയി, പന്തി അവിടെ പോയി, പന്തി. തുടങ്ങിയോ? സുഹൃത്തുക്കളെ നമ്മൾ ചാടിക്കാന്നാണ്. കാണിച്ചു കൊടുക്കുക. കൊളുത്ത് ചാടിയതിന്റെ എഫക്റ്റ് ആണ്. ഫോണിൽ വെള്ളത്തിലിറക്കി, ഫോൺ വെള്ളത്തിലിറക്കി. എന്താ എന്നിട്ട് വെള്ളം കയറിയോ? നോക്കുക, സൗണ്ടിനൊക്കെ ഒരു പെര പെര സൗണ്ടൊക്കെ അടിച്ചുപോയി. ചെക്ക് ചെയ്യാം, ഫുള്ള് ചെക്കിങ്. ഇംഗ്ലണ്ടിന്റെ കവറൊക്കെ അപ്പോഴേക്ക് തോന്നിയില്ലേ വളർന്നു. എന്റെ വീഡിയോ തന്നെയാണല്ലോ, നല്ല കവറല്ലേ എന്റെ ഒപ്പം തങ്ങിയാട്ടോ അല്ലേ സുഹൃത്തുക്കളെ? നമ്മളെ എടാ ഇവിടെ ചായ എടുക്കാനില്ലേ? ബ്രെഡ് പോക്കറ്റ്. എന്തുണ്ടാക്കി തന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറയാൻ നിൽക്കുക, എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കിട്ടില്ല ടേസ്റ്റ് കിട്ടോ. പള്ള പയച്ചിട്ടാണോ അറിയുക, പള്ള പയച്ചിട്ടാണോ തോന്നുന്നു. നല്ല വിശപ്പും ഉണ്ട്, കിട്ടില്ല ടേസ്റ്റും ഉണ്ട് അല്ലേ? വ്ളോഗ് ഇറങ്ങി കഴിഞ്ഞാൽ ഫസലിന്റെ പരാതികൾ കേൾക്കാം. ഒന്ന് ഷോപ്പിൽ പോയതാ ഫസല്. ഇത്ര അങ്ങ് പൊടിയാ, ഇത്ര ചായ, ബാക്കി ഇത്ര സ്പേസും. അടിച്ചുകൊണ്ടോ കിടിഞ്ഞോ അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ അമ്മായി എത്തിയിട്ടുണ്ട്. അമ്മായിയായ ജുനൈദ് അവറുകൾ എത്തിയിട്ടുണ്ട്. ജുനൈദ് അങ്ങോട്ട് വാ, ചായ ആണെങ്കിൽ അന്ന് അങ്ങോട്ട് വാ, ഫേക്കാണ് അങ്ങോട്ട് വാ. ജുനൈദ് അങ്ങോട്ട് വാ. ഈ മണ്ട എടാ അങ്ങോട്ട് വാടാ. ആ ജുനൈദ दो पानी है, गरम पानी है. क्या भाई, चाय आना भाई, चाय आना जुनैद, चाय आना वाह. स्किन प्रॉब्लम है എടാ. ജുനൈദിന് കുറച്ച് ലുക്ക് കൂടി കിട്ടോ, നോക്കട്ടെ. എന്നാ പറ ഇനി ഞങ്ങളെ പ്രൈവസി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മള് കുളത്തിലൊക്കെ പോയി. ഞാൻ നേരത്തെ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. ആ ചായ കുടിക്കാൻ പോയപ്പോൾ ജുനൈദ് വന്ന്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചായ കുടിക്കാൻ പോയപ്പോൾ ജുനൈദ് വന്ന്. പിന്നെ കുറേ കഥ പറഞ്ഞ്, ഞങ്ങളത് കാരണം കഥ പറഞ്ഞ്
പിന്നെ ആ നാട്ട് ഓൻ അങ്ങോട്ടും പോയി, ഓല രണ്ടാളും മൂന്നാൾ നാട്ടും പോയി, വട്ടവളിക്കും പോയി, ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്ന്. അപ്പം ഏകദേശം നമുക്ക് 91,000 ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ടാ. മൊത്തമായിട്ട് ഓൺലോഡ് മൊത്തം 91,000 സംതിങ് ആൾക്കാർ കണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ എന്തൊക്കെയാ ഇനി ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ്സ് ഇടുക, നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ടാ. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി സെറ്റാക്കാം. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട വ്ളോഗും ഇപ്പം ലാസ്റ്റ് വരെയായിട്ട വ്ളോഗും ലിസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. പക്ഷെ നല്ല ഡിഫറെൻ്റ് ഉണ്ട് സംസാരങ്ങളായാലും ശരി. ഫസ്റ്റൊക്കെ എനിക്കൊക്കെ ക്യാമറ തന്നെ കാണുമ്പോൾ എന്തോ ഇതായിരുന്നു. ഇപ്പം എനിക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ആർക്കും ഇല്ല കേട്ടോ. ഫസ്റ്റൊക്കെ എൻ്റെ വ്ളോഗിൽ ക്യാമറ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ചടപ്പായിനി. അല്ലാണ്ട് വീഡിയോ എടുക്കുക, അല്ലാണ്ട് വ്ളോഗൊന്നും കാര്യങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ എന്താ പറയുക, വ്ളോഗ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ പയ്യുള്ളവർക്കും ആ ഒരു ഇതാണ് എന്താ പറയുക, ഒരു ധൈര്യം ഇപ്പം വരുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ വ്ളോഗ് എടുക്കാനാണ് ഭയങ്കര ലൈക്ക്. അപ്പോൾ തന്നെ സിനാനായാലും ജുനേദിനായാലും എല്ലാവർക്കും വ്ളോഗ്, സഫറിനായാലും എല്ലാവർക്കും വ്ളോഗ് ഇപ്പം എടുക്കാൻ ഭയങ്കര ലൈക്കാണ്. കാരണം നമുക്ക് ആ ക്യാമറയിലത്തുള്ള എന്താ പറയുക ഒരു നാണം ഉണ്ടാവില്ലേ, അതൊക്കെ കേട്ട് മാറി ഇപ്പോൾ ഫുള്ള് സെറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ലവ് യു. ബൈ.